ഈ പരിശുദ്ധ ദേവാലയത്തിൽ വരാനും ഈ പുണ്യഭൂമിയിൽ കാല് ചവിട്ടുവാനും എന്നെ ഇടയാക്കിയ എൻ്റെ ദൈവമാതാവിനും എൻ്റെ യേശുപ്പയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തെ ഇവിടെ സമർപ്പിക്കുകയാണ്. എൻ്റെ പേര് സ്മിത. ഞാൻ അങ്കമാലിയിൽ നിന്നാണ് ഇന്ന് വരുന്നത്. ഞങ്ങൾ കാനഡയിലാണ് സെറ്റിലായിരിക്കുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2024 സെപ്റ്റംബർ 13 എന്നോട് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞായിരുന്നു വിശുദ്ധ കൃപാസനം മാതാവിനെക്കുറിച്ച്. അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് എല്ലാവർക്കും മാതാവുണ്ടല്ലോ, ഇവിടെ മാത്രമല്ല, വേളാങ്കണ്ണി മാതാവ് ഇത് എൻ്റെ അടുത്ത് തന്നെയുണ്ട്. ചെറുപ്പം തൊട്ടേ ഞാൻ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയായിട്ടാണ് വളർന്നു വന്നത്. അപ്പോൾ എന്നെ എൻ്റെ മാതാപിതാക്കൾ മാതാവിനെ യേശുപ്പനെയൊക്കെ കാണിച്ച് തന്നെയാണ് വളർത്തിയത്. അപ്പോൾ ഇവിടെ മാത്രമല്ലല്ലോ എന്നൊരു കേവല വിശ്വാസത്തിൽ, നമ്മുടെ അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കേവല വിശ്വാസത്തിലായിരുന്നു ഞാൻ. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ദൈവമാതാവ് എന്നെ ക്രിസ്ത്യാനിയായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും എൻ്റെ കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തി എന്നെ എൻ്റെ കുടുംബത്തെയും. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥന വളരെ കുറവായിരുന്നു. കുറച്ച് നാളായിട്ട് 2019 കോവിഡ് വന്നതിന് ശേഷം ഒത്തിരിയും പ്രശ്നങ്ങളും കാരണം കുടുംബത്തിൽ കലഹങ്ങളും ഒത്തിരി ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വഴക്ക് പിടിക്കുമായിരിക്കും, ചിലപ്പോൾ എൻ്റെ ഭർത്താവിനോട് വഴക്ക് പിടിക്കുമായിരിക്കും. ആ സമയത്തൊന്നും കറക്റ്റായിട്ട് പ്രാർത്ഥന ചൊല്ലുവാനൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യമായിട്ട് എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ കുടുംബത്തോട് കൂടിയിരുന്ന എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ടും എല്ലാ കുടുംബത്തെ ചേർത്ത് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനായിട്ടുമാണ് ആദ്യമായിട്ട് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ പറയുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ദൈവകൃപയിൽ ഞങ്ങളെ വഴി നടത്തണമെന്ന് മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയത്. രണ്ടാമതായിട്ട് ഞാൻ എഴുതിയിരുന്നത് NCLEX RN എക്സാം പാസ്സാവുന്നതിന് വേണ്ടിയായിരുന്നു. 2-3 വർഷമായിട്ട് ഞാനങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒന്നുകിൽ എഴുതാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യം ഞാൻ എഴുതി ഫെയിലായി. പക്ഷേ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒന്നും അറിയത്തില്ലായിരുന്നു. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പഠിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എഴുതാൻ പറ്റുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം 65-ാമത്തെ ദിവസം ഞാൻ പരീക്ഷ എഴുതാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കി തന്നു. അത് മാതാവിൻ്റെ മധ്യസ്ഥതയാൽ തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. കാരണം എനിക്ക് നവംബർ 18 എല്ലാവരും പറയുന്ന പോലെ ഒരു ഡേറ്റ് എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാനും എൻ്റെ മാതാവേ എനിക്കൊരു ഡേറ്റ് കാണിച്ചു തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നവംബർ 18 എന്നൊരു എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ നവംബർ 18 എന്ന് പറയുന്ന ഒരു തിങ്കളാഴ്ചയും ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും മാത്രമാണ് കാനഡയിൽ ആ എക്സാം ഉണ്ടായിരുന്നത്, ആ സെൻറ്ററുകളിൽ. അപ്പോൾ എന്നും ഈ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ കേൾക്കാറുണ്ട്, ചൊവ്വാഴ്ചകളിലെ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പം അച്ഛനിങ്ങനെ പ്രസംഗിക്കും, ഇന്ന് മാതാവിൻ്റെ ദിവസമാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഒത്തിരി ആത്മാർത്ഥതയോടെ മാതാവിനോട് ഇങ്ങനെ ചോദിക്കായിരുന്നു, എൻ്റെ അമ്മേ നിൻ്റെ ദിവസത്തിൽ തന്നെ പരീക്ഷ എഴുതാൻ എന്നെ യോഗ്യമാക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ഇനി 8 ദിവസം കൂടി ഉള്ളല്ലോ കർത്താവേ, ഇനി ഞാൻ ഈ 8 ദിവസം കൊണ്ട് ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കും, ഇതുവരെ എനിക്ക് ഡേറ്റ് പോലും കിട്ടിയിട്ടില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം എൻ്റെ മകൻ മുകളിൽ നിന്ന്, അവൻ രാവിലെ 7 വയസ്സുള്ള കുട്ടി, അവൻ രാവിലെ എണീറ്റ് വരുന്നത് വളരെ കരഞ്ഞുകൊണ്ട് വരും, അമ്മ എൻ്റെ ഈ സൈഡ് മുഴുവൻ വേദനയാണെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പം മുണ്ടിനീര് പോലെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അപ്പോൾ ആ കൊച്ചിങ്ങനെ കരയുന്നു. അവന് നോക്കിയപ്പോൾ ടെമ്പറേച്ചറും ആകപ്പാടെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത് മംസിൻ്റെ ലക്ഷണങ്ങളാണല്ലോ കാണിച്ചു തരുന്നത്. ഇനി 14 ദിവസത്തോളം ഇവനെ ഞാൻ ഐസൊലേഷനിൽ വെക്കണം, മറ്റേ കുഞ്ഞുങ്ങൾക്ക് വരാതെ നോക്കണം അല്ലോ, എന്ത് ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പരീക്ഷ എഴുതണമല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഇങ്ങനെ അച്ഛൻ്റെ ധ്യാനം കേൾക്കുക. ആ ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറയുക, അത് നവംബർ 10 ധ്യാനമായിരുന്നു. അച്ഛനിങ്ങനെ പറയുക, 8 ദിവസം എന്നും പറഞ്ഞിട്ട് ഇത് ആരോ ഇവിടെ നിന്ന് അങ്ങനെ വിഷമിക്കുന്നുണ്ട്, അവരുടെ പ്രാർത്ഥന അമ്മ കേൾക്കുന്നുണ്ട്. ആ 8 ദിവസത്തിനുള്ളിൽ പരീക്ഷ എഴുതാനായിട്ട് ഒരു ഡേറ്റ് കിട്ടുകയും എസ് എന്ന് എഴുതിയ അക്ഷരത്തിൽ തുടങ്ങുന്ന ആളാണെന്ന്. അത് ഞാനായിരുന്നു. അതെനിക്ക് വളരെ എന്നിട്ട് തന്നെ എനിക്ക് വിശ്വാസമായി, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് നവംബർ 18 എന്നുള്ള ആ ഡേറ്റ് എനിക്ക് കിട്ടുമല്ലോ എന്ന്. എന്നിട്ട് പിറ്റേ ദിവസം എന്നിട്ട് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക. ആ ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് മംസ് അല്ല, പേടിക്കാനൊന്നുമില്ല, ഇതൊരു ഇയർ ഇൻഫെക്ഷനാണ്. അത് പക്ഷേ മംസിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അത് ഇയർ ഇൻഫെക്ഷനിൽ കൂടെ മാതാവ് എനിക്കത് മാറ്റി തന്നു. ഞാനത് പോകുന്നതിന് മുന്നേ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്.
വലിയ അത്ഭുതമായിട്ടത് ചെറിയൊരു രോഗമാക്കി മാറ്റി. അവന് ആൻറ്റിബയോട്ടിക്കുകളും മാതാവ് തന്നെ ഉപ്പിലും ഞാൻ അവന് തേനൊക്കെ കൊടുത്ത് അതൊക്കെ വളർത്തി എല്ലാം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ അവൻ്റെ ആ സ്വെല്ലിങ്ങിനെല്ലാം വളരെ വ്യത്യാസം വന്നു. അതിന് ഞാൻ ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ഡേറ്റ് എടുക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവരെനിക്ക് 18-ാം തീയതി ഡേറ്റ് ഇല്ല, 19-ാം തീയതി തരാമെന്ന് പറഞ്ഞു. 19 എന്ന് പറയുന്ന ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അത് വലിയ അത്ഭുതമായിരുന്നു. കാരണം ഞാൻ പ്രാർത്ഥിച്ചതനുസരിച്ച് എൻ്റെ മാതാവ് എനിക്ക് ചൊവ്വാഴ്ച മാതാവിൻ്റെ ദിവസം തന്നെ തന്നു. അന്ന് 8 മണിക്ക് രാവിലത്തെ സമയമാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അവർ പറഞ്ഞു നിങ്ങൾക്ക് 11 മണിക്ക് മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം 8 മണി എന്ന് പറഞ്ഞാൽ എനിക്ക് 8 മണിക്ക് ആ സെൻറ്ററിൽ എത്തണമെങ്കിൽ രാവിലെ ഞാൻ 6 മണിക്ക് തന്നെ യാത്രയാക്കി കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടാനുള്ളതെല്ലാം ഒരുക്കി. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. അത് പക്ഷേ എനിക്ക് 11 മണി എന്നുള്ള സമയം കിട്ടിയത് ആദ്യമായിട്ടാണ്. അങ്ങനെ ആ കാനഡയിൽ ആ സമയത്ത് ഒരു പരീക്ഷ നടത്തുന്നത്. അത് ഞാൻ അവിടെ ആ സെൻറ്ററിൽ ചെന്നപ്പോൾ ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ ഈ ചൊവ്വാഴ്ചകളിൽ നടത്താറില്ലല്ലോ അത് ഈ സമയത്ത്. അപ്പോൾ അവർ പറഞ്ഞ് റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എങ്ങനെ മാതാവിനെ, എൻ്റെ മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പ്രാർത്ഥിച്ചു. നന്ദിയോടെ ഞാൻ സ്തുതിച്ച് ഞാൻ പോയപ്പോഴത്തേനും ഉടമ്പടി തൈലം പരട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് ഞാൻ ഇരിക്കുന്നതിന് മുന്നേ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ നീ എനിക്ക് പരീക്ഷ എഴുതി തരണം, ഞാൻ എഴുതിയാൽ ഞാൻ തോറ്റുപോകും, എന്തായാലും ഞാൻ തോറ്റുപോകും, നീ എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് വേണ്ടി എഴുതി തരണേ, നീ ആദ്യം ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് കസേര ഞാൻ അമ്മയെ ആദ്യം ഇരുത്തിയത്. എന്നിട്ട് ഞാൻ ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ അവിടെ ഇട്ടു. എന്നിട്ട് ആ മൗസിലും എല്ലാം ഞാൻ തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടിക്കൊണ്ട് പോയിരുന്നു. ആ തൈലമൊക്കെ പുരട്ടി പരീക്ഷ എഴുതി. എൻ്റെ പരീക്ഷ 85 ഞാൻ അറിയുന്ന പോലുമില്ല. ഞാൻ എങ്ങനെയൊക്കെയോ എഴുതി പോകും. എല്ലാം ക്ലിക്ക് ചെയ്ത് പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് എന്തൊക്കെയോ തെളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു ആ കമ്പ്യൂട്ടറിൽ. അപ്പം 85-ാമത്തെ ക്വസ്റ്റ്യനിൽ എൻ്റെ ഇതെല്ലാം കട്ടായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു അമ്മേ നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞോ എന്ന് ഞാൻ ചോദിക്കുക. അപ്പം അമ്മ നമുക്ക് പോകാമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറയാം. അപ്പോൾ ഇതെല്ലാം ഞാൻ സമർപ്പിച്ച് ഞാൻ തിരിച്ചു പോന്നു. ഇനി ഈ സെൻറ്ററിലേക്ക് വരാൻ എൻ്റെ അമ്മ എന്നെ ഇടയാക്കരുതേന്ന് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് 2 ദിവസം കഴിയുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. അപ്പോഴും എനിക്കൊരു വിശ്വാസമുണ്ട്. അന്ന് എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന്. അതപ്പോൾ എന്തായാലും ഞാൻ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ എൻ്റെ അമ്മ എഴുതി തന്ന ഞാനല്ലല്ലോ പരീക്ഷ എഴുതിയത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞുമാണ് നോക്കിയത്. അപ്പോൾ അവർക്ക് പേടിയുണ്ടായിരുന്നു എന്നതാണ്. കാരണം ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ പറയുന്നു ഇനി ഞാൻ ഈ പുസ്തകം തൊടില്ല മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഒരു കൊന്തയും വെച്ച ബുക്കിൻ്റെ മുകളിൽ ഒരു കൊന്തയും വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങി പരീക്ഷയ്ക്ക് പോയത്. ഇനി ഞാൻ ഇതിനു വേണ്ടി എഴുതില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അമ്മ അതെനിക്ക് വേണ്ടി എഴുതി തന്ന് നല്ല മാർക്കോടുകൂടി എന്നെ പാസ്സാക്കിയതിൽ ഒത്തിരി നന്ദി ഞാൻ പറയുകയാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കാനായിട്ട് ഒത്തിരി താമസങ്ങൾ എടുക്കുന്ന. പക്ഷേ ആ സമയത്ത് കാനഡയിൽ ഒത്തിരി പോസ്റ്റൽ സമരമൊക്കെ ആയിട്ട് അവർ മെയിലിൽ കൂടെയാണ് നമ്മുടെ US-ൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അയച്ചു തരത്തുള്ളൂ. പക്ഷേ ആ സമയത്ത് ഞാൻ അവിടെ US-ലേക്ക് വിളിച്ചപ്പോൾ അവർ എനിക്ക് റിപ്ലൈ ഒന്നും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടിയില്ല. പക്ഷേ 2-3 ദിവസങ്ങൾക്ക് ശേഷം 15-ാമത്തെ ദിവസം പരീക്ഷ എഴുതി 15-ാമത്തെ ദിവസം എൻ്റെ റിസൾട്ട് എനിക്ക് ഇമെയിലിൽ കൂടെ അവർ അയച്ചു തന്നു. അതിൻ്റെ പ്രിൻ്റ് എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ആൽബർട്ടയിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെയ്തിരുന്ന എല്ലാ ആപ്ലിക്കേഷനും തെറ്റായിരുന്നു. പക്ഷേ ഞാൻ അവിടെയും പോയി പ്രാർത്ഥിച്ചത് മാതാവിനെയും കൊണ്ടാണ് പോകുന്നത്. എപ്പോഴും എൻ്റെ കയ്യിൽ ആ കാശുരൂപം ഉണ്ടാവും. അതും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ എഴുതാനായിട്ട് ആ ഓഫീസർ തന്നെ എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരുമായിരുന്നു. ഞാൻ ചെയ്ത ആപ്ലിക്കേഷനെ മുഴുവൻ അയാൾ മാറ്റി മൊത്തം കാര്യമായിട്ട് ചെയ്തു തന്ന് എന്നോട് പറഞ്ഞ് 2 ആഴ്ചക്കകം വിവരം അറിയാം, ഞങ്ങൾ നാട്ടിലേക്ക് വിളിച്ച് രജിസ്ട്രേഷൻ്റെ കാര്യം അവിടുത്തെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ വേണമെങ്കിൽ നിന്നോട് ഇനി ചോദിക്കും എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ ഇത്രയും നടത്തി തന്ന അമ്മയല്ലേ എനിക്കിത് നടത്തി തരണേ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വരുന്നതിന് മുന്നേ എനിക്ക് മെയിൽ വന്നേക്കോ ഇതെല്ലാം അപ്രൂവ് ആയെന്ന് പറഞ്ഞു. അത് വലിയൊരു അത്ഭുതമായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ രജിസ്ട്രേഷൻ സാധ്യമാക്കി തന്ന എൻ്റെ അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി. എൻ്റെ അമ്മ മധ്യസ്ഥം നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊന്നും എൻ്റെ മെറിറ്റല്ല, എപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ ഗ്രേസാണ്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് 100 കാര്യങ്ങൾ എൻ്റെ അമ്മ കൂട്ടത്തിൽ നടന്ന് ചെയ്തു തന്നു. ഇവിടുന്ന് പോയ സമയത്തൊക്കെ ഞങ്ങൾ സെപ്റ്റംബർ 17-ന് ഇവിടുന്ന് യാത്രയായി അമേരിക്ക വഴിയാണ് പോയത്. അവിടെയാണ് ഒത്തിരി കസ്റ്റംസ് ചെക്കിങ്ങും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ പെട്ടികളൊക്കെ തുറക്കണം, ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ
നടന്നത്. പെട്ടികളൊക്കെ തുറക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ഉടമ്പടി വസ്തുക്കളെല്ലാം നമ്മുടെ ആ പെട്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പെട്ടി മാത്രം തുറന്നില്ല. അതിൻ്റെ അകത്ത് അവർ ചോദിച്ച കാര്യങ്ങൾ, ഫുഡ് ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ അതെല്ലാം ആ പെട്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഭർത്താവാണെങ്കിൽ ഇങ്ങനെ വേർക്കുക. എൻ്റെ ദൈവമേ, നമ്മളുടെ പാസ്പോർട്ടിൽ അവർ തിരിച്ചടിച്ചു തരുമല്ലോ, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഫൈൻ അടപ്പിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോളാണേലും അതെ, അവളും ഇങ്ങനെ കരയുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കും, മാതാവ് നമ്മുടെ കൂടെ ഉണ്ട്, സഞ്ചാരി മാതാവായിട്ട് അമ്മ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലേ, എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചു. അത് പക്ഷേ ഞാൻ അവിടെ നിന്ന് സർവ്വശക്തിയുള്ള പിതാവ് നമ്മുടെ വിശ്വാസമാണ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ പെട്ടി മാത്രം അവർ തുറന്നില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. ബാക്കി എല്ലാ പെട്ടികളും തുറന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്നോ അത് ഞാൻ ദൈവം അന്ന് തന്നെ ഇപ്പോഴും വിചാരിക്കും, ഒരു ഓഫീസർ വന്നിട്ട് പറഞ്ഞു നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ യാതൊരു അർഹതയില്ല, അപ്പം അവർ കനേഡിയൻ സിറ്റിസൺസ് ആണ്, ലെറ്റ് ദം ഗോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് അപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നു. വീട്ടിലൊരു വ്യാഴാഴ്ച രാത്രിയാണ് ചെല്ലുന്നത്. വെളുപ്പിനെ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ട് 8 മണിയായി കഴിഞ്ഞപ്പോൾ താഴെ ഞങ്ങളുടെ ബേസ്മെൻറ്റിൽ നിന്ന് വളരെ വലിയൊരു സൗണ്ട് കേൾക്കാം, വെള്ളം വീഴുന്ന പോലെ. ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഹോട്ട് വാട്ടർ ബാഗ് ഇങ്ങനെ ടാങ്ക് ഇങ്ങനെ പൊട്ടുവാണ്. അത് പൊട്ടിക്കൊണ്ട് ഇങ്ങനെ ചീറ്റുക വെള്ളം. അപ്പം ഞാൻ ഓർക്കും, എൻ്റെ ദൈവമേ, ഞങ്ങൾ വന്നതിന് ശേഷമാണല്ലോ ഇത് സംഭവിച്ചത്. 8 മണിക്കൂറോളം ഞങ്ങൾ അമേരിക്കയിൽ വെയിറ്റ് ചെയ്തു. ആ സമയത്തെങ്ങാനും ചെയ്തിരുന്നെങ്കിൽ ഹോട്ട് വാട്ടർ ടാങ്ക് പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ കാര്യം, വലിയൊരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് ഞങ്ങളുടെ വീട് പോയേനെ. ആ ബേസ്മെൻറ്റൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞ് അതൊത്തിരി നാശങ്ങളൊക്കെ സംഭവിക്കേണ്ടതാണ്. പക്ഷേ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അമ്മ അത് താങ്ങി നിർത്തിയെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുമോ. ഞങ്ങൾ ചെന്നതിന് ശേഷം ഞങ്ങളത് കാണിച്ചു തന്നു. ഞങ്ങൾക്കത് പെട്ടെന്നെല്ലാം ഓഫ് ചെയ്യാനും അതിൻ്റെ ടെക്നീഷ്യനെ വിളിച്ച് കാണിക്കാനും അതെല്ലാം മുഴുവൻ മാറ്റി വെക്കാനും ഒക്കെ എൻ്റെ അമ്മ ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളുടെ കൂടെ ഇരുന്നു. ഈ പരീക്ഷയുടെ ഒരാഴ്ച മുന്നേ ഞാൻ പള്ളിയിൽ പോയപ്പം അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്ന് കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ വലിയ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഇങ്ങനെ വരുക. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരുന്നവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് കർക്കയിൽ ഇത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയാം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരെങ്കിലും പോയപ്പോൾ പെർഫ്യൂം അടിച്ചിട്ട് പോയതായിരിക്കുന്നു. അതല്ലായിരുന്നു, എൻ്റെ മാതാവിൻ്റെ സാമീപ്യമായിരുന്നു ഞാൻ അവിടെ അനുഭവിച്ചത്. അത്രയേറെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിനോട് ചോദിക്കുകയാണ്, നീക്കെന്നെ ഇന്ന് വലിയ എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, എനിക്ക് ആ സുഗന്ധാഭിഷേകം എല്ലാവരും പറയുന്ന പോലെ എനിക്കും കിട്ടണേ എന്നൊക്കെ ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ ജയ, എനിക്കും അത് അനുഭവിക്കാൻ പറ്റിയല്ലോ, നമ്മുടെ അമ്മ നമ്മുടെ കൂടെ നമ്മളെ നടത്തുന്നുണ്ടല്ലോ, വഴി നടത്തുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഒത്തിരി സാമ്പത്തികമായിട്ടൊക്കെ വന്നായിരുന്നു. ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് പൈസകളൊക്കെ കിട്ടാനുണ്ടായിരുന്നു. ആ പൈസ 2.5 വർഷമായിട്ട് കിട്ടാതിരുന്ന ആ കാര്യം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് 9 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്നു. ഒരുമിച്ച് ഞങ്ങൾക്ക് തരുകയും അതിൽ നിന്ന് ഒത്തിരി കടബാധ്യതയിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തു. ഞങ്ങളുടെ യേശുപ്പച്ചനും ഞങ്ങളുടെ മാതാവിനും ഒത്തിരി നന്ദി ഞാൻ പറയുകയാണ്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയതും. എൻ്റെ മാതാവിൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ ഈ സന്തോഷത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആ നിത്യജീവനിലേക്കുള്ള വഴി ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് കൂടി എനിക്ക് തുറന്നു തന്നു. അതിനുവേണ്ടി എന്നെ അനുഗ്രഹിച്ച എൻ്റെ മാതാവിനോട് ഒത്തിരി നന്ദി പറയുകയാണ്. എൻ്റെ യേശുവിനോട് ഒത്തിരി നന്ദി പറയുകയാണ്. എന്നും ഈ ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ എന്നും എന്നെ പോലെ എല്ലാവരെയും ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അന്ന് കൊണ്ടുപോയ പത്രങ്ങളൊക്കെ എനിക്കറിയത്തില്ല, എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് എല്ലാം തീർന്നു. ഒത്തിരി ആൾക്കാർ കൂടുന്നിടത്ത് കൊണ്ട് കൊടുക്കണമെന്നാണല്ലോ അച്ഛൻ പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഒരു കുരിശുമല ഉണ്ടായിരുന്നു. എൻ്റെ വീട് വണ്ടമേട്ടിലാണ്. അപ്പോൾ അവിടെ ഞാൻ ആ കുരിശുമല കയറാൻ പോയപ്പോൾ ഇതൊക്കെ ആയിട്ട് പോയി. അവിടെ ഒത്തിരി ഹിന്ദുക്കളായിട്ടുള്ളവരും അന്യമതസ്ഥരായിട്ടുള്ള ഒത്തിരി പേര് വരുന്നു. അവരൊക്കെ എൻ്റെ അരികെ ഇത് മേടിച്ചു. കാരണം ഞാൻ ഈ അങ്കമാലിയിലൊന്നും കൊടുക്കാൻ ശ്രമിച്ചില്ല. കാരണം എൻ്റെ നാട്ടിലേക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ല. അങ്ങനെയായിരുന്നു. അതുകൊണ്ടായിരിക്കും എന്താണോ എല്ലാവരും അറിഞ്ഞു കേട്ട് എൻ്റെ അരികെ അത് മുഴുവൻ പോയി. ഒരു പത്രം പോലും എൻ്റെ കയ്യിലില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് വീണ്ടും ഇവിടോട്ട് വന്ന് മേടിച്ചിട്ട് പോകാനൊന്നും സമയം കിട്ടിയില്ല. കാരണം 13-ാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് 17-ാം തീയതി ഞങ്ങൾ യാത്രയാകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ പത്രങ്ങളും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാവരും മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ എനിക്ക് ഒരെണ്ണം പോലും ഇല്ലല്ലോ എന്ന് പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്, ദൈവമേ, യൂട്യൂബിൽ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെയാണല്ലോ എന്ന്. അതെല്ലാം ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാവർക്കും തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ കോണ്ടാക്റ്റിലും ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് സാക്ഷ്യങ്ങൾ. അച്ഛൻ പറയുന്ന ധ്യാനങ്ങൾ ഞാൻ സ്റ്റാറ്റസായിട്ടൊക്കെ ഇടുന്നു. പിന്നെ
കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എന്നും തന്നെ രോഗികളെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ പണ്ടൊക്കെ എനിക്ക് ഈ അഗ്രസീവായിട്ട് വരുന്നവരോടും ഒത്തിരി ഒക്കെ ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരുടെ സ്നേഹത്തോടും സന്തോഷത്തോടും എനിക്ക് തന്നേക്കുന്ന നല്ലൊരു പ്രൊഫഷനാണ്. എല്ലാവരെയും സേവ് ചെയ്യാനായിട്ടും എല്ലാവർക്കും നല്ലത് പറഞ്ഞു കൊടുക്കാനായിട്ടും നല്ലപോലെ ശുശ്രൂഷിക്കാനായിട്ടും എൻ്റെ മാതാവ് എനിക്ക് കൂടുതൽ കരുണ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേര് എത്ര സഹായം അപേക്ഷിച്ച് വരുന്നവർ ഒരിക്കലും ഞാൻ മുടക്കാറില്ല. ഞാനും എൻ്റെ കുടുംബവും എപ്പോഴും അത് ചെയ്യാറുണ്ട്. എത്ര പേർക്ക് ഒത്തിരി ക്യാൻസർ രോഗികളായിട്ട് ഒത്തിരി പേര്, കിഡ്നി രോഗികൾ, അവരൊക്കെ സഹായം ചോദിച്ച് വരുന്നവർക്കൊക്കെ ഞങ്ങൾ പൈസയായിട്ട് അയച്ചു കൊടുക്കാറുണ്ട്. അവരെയൊക്കെ വേണ്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ ദൈവമാതാവിനെക്കുറിച്ച് പറയുകയും ഇങ്ങനെ വിശ്വാസപ്രമാണം ചൊല്ലി ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എല്ലാത്തിനും ദൈവമാതാവിനോട് കൂടുതൽ നന്ദി പറയുന്നു. ഇനിയും ഈ ജീവിതം ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് ഈ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ജീവിക്കണമെന്നാണ്, ജീവിച്ച നിത്യജീവനിലേക്ക് എത്തണമെന്നുള്ള പ്രാർത്ഥനയോടെ ഞാനിവിടെ നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 121 5 മുതൽ 8 വരെ തിരുവചനങ്ങൾ. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകുവാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിൻ്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. സ്മിത എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച പുതിയ കാഴ്ചപ്പാടുകളെ, ദൈവിക സംരക്ഷണമുള്ള ജീവിതത്തെ, ഭൗതികമായ അനുഗ്രഹങ്ങളെ നന്ദിയോടുകൂടി പരിശുദ്ധ തിരുനടയിൽ കാഴ്ചവെക്കുകയാണ്. വിദേശത്ത് നിന്ന് ഇന്ന് തിരിച്ചു വരുന്ന ഈ മകൾ വലിയ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ തനിക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും സാക്ഷ്യപ്പെടുത്തുന്നത്. എൻക്ലക്സ് RN എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയുള്ള മകളുടെ സവിശേഷമായ പരിശ്രമത്തെയാണ് ആദ്യം സൂചിപ്പിച്ചത്. അത് ഒത്തിരി ആശങ്കയോടുകൂടിയാണ് പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നത്. അമ്മ മാതാവിൽ ആശ്രയിച്ചാണ് പരീക്ഷ പങ്കുചേരുന്നത്. എന്നാൽ ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരം അമ്മ മാതാവ് തന്നെ മകൾക്ക് സഹായിച്ചു കൊടുത്ത് ശരിയായത് കണ്ടെത്തുവാനുള്ള എല്ലാ വഴികളിലേക്കും അത് നയിക്കുകയും ആ വിജയം വളരെ നല്ല രീതിയിൽ നേടുവാൻ തക്കവിധം മകളെ സഹായിക്കുകയും ചെയ്തു. ജോലി സുരക്ഷിതമാക്കുന്നതിന് അതുവഴി മകൾക്ക് സഹായം ലഭിച്ചു. അതോടൊപ്പം തന്നെ മകളുടെ കുഞ്ഞിനുണ്ടായ ഒരു രോഗാവസ്ഥ, ആ രോഗാവസ്ഥയിലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ്. അത് വളരെ ഗൗരവമാകാമായിരുന്ന ഒരു രോഗത്തെ നിസ്സാരമായി ലഘൂകരിച്ച് കൊടുക്കുവാൻ സഹായിച്ചതെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ നിന്ന് തിരികെ മടങ്ങിപ്പോകുമ്പോൾ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഹോട്ട് വാട്ടർ ടാങ്ക് അത് പൊട്ടുന്നത് മൂലമുണ്ടാകുന്ന വലിയൊരു അപകടം ആ വീടിന് സംഭവിക്കാമായിരുന്നത്. അത് അമ്മ മാതാവ് ഒഴിവാക്കി കൊടുത്ത് കുടുംബത്തെ സംരക്ഷിക്കുന്നതിനെ മകൾ വാക്കുകളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഓരോ അനുഭവം പറയുമ്പോഴും അല്പം കൂടി ആഴപ്പെടുന്ന ദൈവവിശ്വാസത്തെ, അല്പം കൂടി സ്നേഹത്തോടു കൂടി വളരുന്ന പരിശുദ്ധ അമ്മ മാതാവിലുള്ള ആശ്രയത്വത്തെയാണ് മകൾ പങ്കുവയ്ക്കുന്നത്. ഓരോ അനുഗ്രഹവും, ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ നന്മയും അത് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിലും ഉടമ്പടി ജീവിതത്തിൽ പുലർത്തുന്ന വിശ്വസ്തതയ്ക്കുള്ള സമ്മാനവുമായി മകൾ കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലും അമ്മ മാതാവിലൂടെ വലിയ നന്മകൾ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകളുടെ ഈ സാക്ഷ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യത്തിന് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.